ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് മാരകശേഷിയുള്ള ഡ്രോണുകളാണ്. കൃത്യതയാർന്ന ആക്രമണം നടത്താൻ പാകത്തിന് തയ്യാറാക്കിയ ഹെറോൺ ഡ്രോണുകളാണ് ഇസ്രായേൽ ഇറാന് നേരെ പ്രയോഗിച്ചത്. ഇതോടുകൂടി ഇപ്പോൾ ഹെറോൺ ഡ്രോണുകളെ കുറിച്ചുള്ള ചർച്ചകൾ ഉയരുകയാണ്. ഇവ 2019 ഫെബ്രുവരിയിൽ രാജ്യം എല്ലാ കാലത്തും അവിടെ ഓർത്തുവെക്കാവുന്ന പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് ഈ ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകാമെന്ന് പോലും ഇസ്രായേൽ വാഗ്ദാനം നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എന്നാൽ പിന്നീട് അത് നൽകാതെ അല്ലെങ്കിൽ നൽകിയില്ല എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അന്നത്തെ ആക്രമണത്തിൽ ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. ആക്രമണം നടന്ന് 12 ദിവസത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടി നൽകി. ഫെബ്രുവരി 26-ന് പാകിസ്ഥാൻ അവിടെ വലിയ രീതിയിൽ പാകിസ്ഥാനിൽ ചെന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ബാലാകോട്ടിലുള്ള ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ് ബോംബിട്ട് തകർക്കുകയും അന്ന് ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രായേൽ തന്നെയായിരുന്നു. അന്ന് ഇസ്രായേൽ ആകട്ടെ മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ് നടത്തിയത്. അതായത് മുൻപ് പറഞ്ഞത് ഈ ഡ്രോൺ, അതായത് 35,000 അടി ഉയരത്തിൽ പറന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള ഹെറോൺ ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകാമെന്നതായിരുന്നു ഇസ്രായേൽ വാഗ്ദാനം ചെയ്തത്. 2019 ഫെബ്രുവരിയിൽ രാജ്യം എക്കാലത്തും ഓർത്തുവയ്ക്കുന്ന പുൽവാമ ഭീകരാക്രമണം നടന്ന സമയമാണ്. രാജ്യത്തിന് നഷ്ടമായത് 40 സൈനികരെയാണ്. 30 വർഷത്തിനോടെയുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണം കൂടിയായിരുന്നു അത്. ആ ആക്രമണമാണ് പുൽവാമയിൽ നടന്നത്. പുൽവാമയിലെ അവന്തിപ്പോറയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ജമ്മു ശ്രീനഗർ ഹൈവേയിലേക്ക് പ്രവേശിക്കുകയും ഇത് സൈനിക വാഹന വ്യൂഹത്തിൽ ഒരു വാഹനത്തെ മറികടക്കുകയും അത് പൊട്ടിത്തെറിക്കുകയുമാണ് ഉണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 6ാമത്തെ ബസ് കൂടി തകർന്നു. 40 CRPF ജവാന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതിൽ 39 പേരും വാഹന വ്യൂഹത്തിലെ 5ാമത്തെ ബസ്സിലുള്ളവരായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല 6ാമത്തെ ബസ്സിൽ ഉണ്ടായിരുന്ന 5ഓളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അനുമതി നൽകി. കണ്ണീരിന് പ്രതികാരം ചെയ്യുമെന്ന് മോദി വ്യക്തമാക്കുകയും സ്ഥലവും സന്ദർഭവും അവിടെ നോക്കി തിരിച്ചടി നൽകുമെന്ന് പോലും അദ്ദേഹം വ്യക്തമാക്കുകയും ആ വ്യക്തമായ പ്ലാൻ അവിടെ നടപ്പിലാക്കുകയുമാണ് ചെയ്തത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല ശക്തിപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ആളില്ലാ വിമാനങ്ങൾ നൽകാമെന്ന് ഇസ്രായേൽ അന്ന് പറഞ്ഞത്. ഇസ്രായേൽ എയർഫോഴ്സ് അല്ലെങ്കിൽ അതുമായി ആ ഒരു ഇൻഡസ്ട്രിയിലാണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. ഇസ്രായേൽ നൽകിയ ഹെറോൺ 2 എന്ന ഡ്രോൺ പിന്നീട് ഇന്ത്യൻ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ കുന്തമുനയിൽ ഒന്നായിരുന്നു എന്നത് വേണം എടുത്ത് ശ്രദ്ധേയമായി പറയേണ്ടത്. ഓപ്പറേഷൻ സിന്ധൂറിൽ 2025 മെയ് 7-ന് ഹെറോൺ MK2 ഡ്രോൺ പാകിസ്ഥാൻ വ്യോമ അതിർത്തി വിജയകരമായി തന്നെ അവിടെ മുറിച്ചു കടക്കുകയും ചെയ്തു. ഇന്ത്യ ലക്ഷ്യമിട്ട 9 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുക മാത്രമല്ല, ആ ആക്രമണങ്ങളുടെ തത്സമയ ഉയർന്ന റെസല്യൂഷൻ വീഡിയോകളും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തു. ഹെറോൺ ഡ്രോണുകൾ ഉപഗ്രഹവുമായി ബന്ധപ്പെടുത്തിയതിനാൽ തന്നെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ദൃശ്യങ്ങൾ വ്യക്തതയോടെ തന്നെ പകർത്തുവാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാകിസ്ഥാന്റെ കേന്ദ്രങ്ങൾ തകർത്തതായുള്ള ചിത്രങ്ങൾ പുറത്തുവിടാൻ സാധിക്കുകയും ചെയ്തു. ഇന്ന് ഇറാനിൽ സംഹാര താണ്ഡവം നടത്തുന്നതും ഹെറോൺ തന്നെയാണ്. 45 മണിക്കൂർ പറക്കൽ ശേഷി, 35,000 അടി ഉയരത്തിൽ ഇവരെ വലിയ രീതിയിൽ സേവനം നടത്താനുള്ള ശേഷി, ഇന്ധനം നിറയ്ക്കാതെ തന്നെ 1000-ലധികം കിലോമീറ്റർ വരെയുള്ള ദൂര പറക്കലുകൾ, അതിനുള്ള കഴിവ്, കിലോമീറ്ററുകളോളം തന്നെ അകലെ നിന്നുകൊണ്ട് ആക്രമണത്തിന്റെയോ അല്ലെങ്കിൽ ശത്രു നീക്കങ്ങളുടെയോ ചിത്രങ്ങൾ പകർത്തുവാനുള്ള കഴിവ് എന്നിവയാണ് ഹെറോൺ ഡ്രോൺ അതിനെ ഇവിടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ മറ്റു ഡ്രോണുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.